ഹലോ, എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ വിഷു ഒക്കെയാണ്. അപ്പോൾ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ് കണിക്കൊന്ന എന്നുള്ളത്. അപ്പം ഇന്ന് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ കൊന്ന ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ എന്താ, ഫസ്റ്റത്തെ റീസൺ രാവിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ പെട്ടുപോയി. പിന്നെ സാധനങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. ഞാനതൊക്കെ ഇന്ന് വാങ്ങിക്കൊണ്ടിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. ലേറ്റ് ആയാൽ എന്താ, നമുക്ക് അടുത്ത കൊല്ലം വിഷു ഉണ്ടല്ലോ, അന്ന് യൂസ് ചെയ്യാലോ. അപ്പം നമ്മുടെ കൊന്ന അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ക്രേ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. യെല്ലോ കളർ എടുത്തിട്ട് അത് ഈ പറയുന്ന പോലെ മടക്കിയെടുത്ത് അതിൽ പെറ്റൽസിന്റെ ഷേപ്പ് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ഇത് ചെയ്യാനായിട്ട് ഇരുന്നത്. ഉച്ച ചെയ്ത് കഴിഞ്ഞ് പിന്നെ എഡിറ്റിങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ ഒന്ന് പോയി. കറണ്ടും കൂടെ പോയപ്പോൾ ലേറ്റ് ഒന്നും ഒട്ടും കിട്ടില്ല. അതായിരുന്നു ഇത്ര ഡിലേ ഉണ്ടായിരുന്നത്. ലീവ് കിട്ടുന്നന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും. എന്നാൽ ലീവ് ഉള്ളതെന്നോ എനിക്കില്ലാത്ത പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇന്ന് വിഷയമായതുകൊണ്ട് ഇന്ന് ലീവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുത്തു വന്നപ്പോൾ ലേറ്റായി. വിഷു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല എന്നുള്ള കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്തിരിക്കും. കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ നമ്മുടെ പെറ്റൽസിന്റെ ഷേപ്പിലെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പെറ്റൽസ് ഒന്നിങ്ങനെ മടക്കിയെടുക്കുക എന്നുള്ളതാണ്. സംഭവമൊന്നുമില്ല, വളരെ ഈസിയാണ്. രണ്ട് സൈഡും എടുത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് വെക്കുക. എന്നിട്ട് താഴെ ഭാഗം ഒന്ന് പിരിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു കൊന്നയുടെ ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് കിട്ടും. ഇനി ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ബാക്കിയുള്ള പെറ്റൽസും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിവിടെ വിഷു ആയതല്ലേ, പടക്കമൊക്കെ പൊട്ടിക്കുന്ന സൗണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരുപാട് പെറ്റൽസ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും നമുക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇതുപോലെയുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ ഈ ഒരു വിഷുവിടെ കൊന്ന ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് ഇത് ഭയങ്കര ടൈം എടുക്കുമല്ലോ എന്നുള്ള കാര്യമാണ്. പക്ഷെ ചെയ്തു വന്നപ്പോൾ നമ്മൾ അതിലോട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഒറ്റയിരിപ്പിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഫ്ലവറൊക്കെ സെറ്റാക്കി എടുത്തതിന് ശേഷം ഈ വിരിയാത്ത കൊന്ന ഉണ്ടാവില്ലേ, എന്താ അതിന് പറയാം, മൊട്ട്. അപ്പം ഈ മൊട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ വെച്ചിട്ട് ഈ ക്രേ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ അങ്ങനെ മൊട്ടും കൂടെ സെറ്റാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലെ നമ്മൾ കുറച്ച് മുട്ടൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു ചെറിയൊരു തണ്ട് പോലുള്ള സംഭവം ഉണ്ടല്ലോ, അതെടുക്കലാണ്. അതും ഈ ക്രേ പേപ്പർ യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഞാൻ ഈ ഒരു ക്രേ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു സെൻട്രലുള്ള ആ ഒരു ഗ്രീൻ സംഭവം കൂടെ ശരിയാക്കിയതിന് ശേഷം നമ്മുടെ പെറ്റൽസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. 4 സൈഡിൽ എത്ര സൈഡാണ് ഇതിൽ ആ ഒരു സാധനത്തിൻ്റെ ചുറ്റും വരുന്ന രീതിയിൽ ഇതുപോലെ പെറ്റൽസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് പശയാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഫ്ലവർ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാനൊന്ന് ഉണ്ടാക്കി അത് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പെറ്റൽസ് ചുറ്റും വെച്ചിട്ട് കയ്യിൽ കുറച്ച് പശയാക്കിയിട്ട് വീണ്ടും ഇതിങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ നമ്മുടെ ഫ്ലവർ റെഡി ആയി കിട്ടും. അങ്ങനെ നമുക്ക് വേണ്ടത്ര ഫ്ലവേഴ്സ് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഞാനൊരു ചെറിയ കൊന്നയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രേ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്ലവറാക്കി എടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇത് വെച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചുറ്റും വെച്ചാൽ മതി. പിന്നെ ചില ഫ്ലവറിന് ഞാനൊരു 4 പെറ്റൽസ് വെച്ചിട്ടുള്ളൂ, ചിലതിന് 3 ചിലതിന് 5 അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എന്നും ഒരേ അളവിലല്ല ഉള്ളത്, എല്ലാതും പല പല സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഒരു കമ്പി എടുത്തിട്ട് ആ ഒരു പെറ്റൽസ് അല്ല, ആ ഒരു ഫ്ലവേഴ്സ് അതിന് ചുറ്റും ചുറ്റി കൊടുക്കുക. ഞാൻ ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഫ്ലവറൊക്കെ അവിടെ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പിന് ഒരു ഗ്രീൻ കളർ എന്തെങ്കിലും കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഓൾറെഡി മറ്റേ സെൻറ്ററിൽ വെച്ച ആ ഒരു ഗ്രീൻ സാധനം ഉണ്ടല്ലോ, അത് അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ കമ്പി വല്ലാതെ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഈ ഫ്ലവറൊക്കെ ഈ ഒരു കമ്പിയിൽ ചുറ്റും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
വീണ്ടും ഈ സെയിം പ്രോസസ്സ് തന്നെ കമ്പി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ ഫ്ലവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 4 എണ്ണമാണ് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 എണ്ണം റെഡി ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതാവുമ്പോൾ ചെറുതേ ഉണ്ടാവുള്ളൂ, നമുക്ക് കുറച്ച് വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെ 4 എണ്ണം റെഡി ആയി വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മുട്ടുണ്ടല്ലോ, ആ ഒരു മുട്ടിൻ്റെ തണ്ട് ശരിക്കും ഗ്രീൻ കളറാണല്ലോ ഉള്ളത്. അപ്പോൾ അതൊന്ന് ഗ്രീൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒരു വലിയ കമ്പിയിലോട്ട് വെക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ലെങ്ത് ഉള്ള കമ്പി എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് നമ്മുടെ ആ ഒരു മുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ മുട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഓരോ തണ്ടായിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വന്നിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ആ ഒരു കൊമ്പും ഇതിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റായിട്ട് അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനെടുത്ത ആ ഒരു ലോങ് കമ്പിയുടെ ചുറ്റും ഞാൻ ക്രേ പേപ്പർ, ആ ഒരു ഗ്രീൻ പേപ്പറും കൂടെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാതും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊന്ന സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കൂടെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ലേറ്റായി വന്നതിന് സോറി. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. എങ്ങനെ ഉണ്ടായിരുന്നു വിഷു എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.